ഇപ്പോൾ നടക്കുന്നത് ഒരു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് LDF, UDF പോരാട്ടം എന്നുള്ളതിനേക്കാളും ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന പോരാട്ടമാണ് 543 ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്നത് എന്നുള്ളത് ഉണ്ണിസാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. 543 സീറ്റുകൾ എടുക്കുമ്പോൾ അവിടെ ഇടതുപക്ഷം LDF എന്ന് പറഞ്ഞ ഈ വിശാലാർത്ഥത്തിൽ പറയുന്ന കക്ഷി എവിടെ നിൽക്കുന്നു, BJP എവിടെ നിൽക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ വിശാലാർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന ഈ ഫൈറ്റിനിടയിൽ ഇരു മുന്നണികൾക്കിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ മുന്നണി മര്യാദ ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ, ഒരു മുന്നണിയായി ഇതുവരെ മാറാത്ത ഒരു സംവിധാനമാണ്. ഇന്ത്യ എന്നൊരു പേരിട്ടു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മുന്നണിയെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ കോൺഗ്രസിനെ നമ്മൾ കണ്ടു. എന്നിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിട്ട് വല്ലോ നേടിയോ? ഒന്നും നേടിയതുമില്ല. തോറ്റ് തിരിച്ചു വന്ന് നമുക്ക് മുന്നണി ഉണ്ടാക്കണ്ടേ, അന്ന് വൈകിട്ട് തന്നെ വിളിക്കുകയാണ് എല്ലാവരെയും, നമുക്കൊന്ന് ഇരിക്കണ്ടേ, നമുക്ക് മുന്നണിയൊന്ന് സജീവമാക്കണ്ടേ എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ പര്യായമായ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഒരു മുന്നണിയൊന്നും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തെക്കുറിച്ചാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നത്. ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇന്ത്യ മുന്നണി നിൽക്കുന്നത് അത് ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു മുന്നണിയാണ്. പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ആരൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്നുള്ളത്, ആരൊക്കെ മറുഭാഗത്തേക്ക് പോകുമെന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമ്മൾ കണ്ടു. കൺവീനർ സ്ഥാനത്തേക്ക് പ്രൊജക്ട് ചെയ്തിരുന്ന, ഈ മുന്നണി ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ ഇപ്പോൾ മത്സരിക്കുന്നത്, പ്രചാരണം നടത്തുന്നത്, ഒന്നിച്ചു നിൽക്കുന്നത് NDAയുടെ ഭാഗമായാണ്. അതാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു കിടപ്പ്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ CAA മൗനം പാലിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ. ആവർത്തിച്ച് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി ലോകകാര്യങ്ങളെല്ലാം ഭാരത് ജോഡോ യാത്രയിൽ, ഭാരത് ജോഡോ ന്യായ് യാത്രയിലൊക്കെ സംസാരിച്ചു. പക്ഷേ CAA കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ലേ, എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്നുള്ള പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടി പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്ക ഗാന്ധിയാണ്. പത്തനംതിട്ടയിൽ വന്നിട്ട് പ്രിയങ്ക ഗാന്ധി അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA റദ്ദാക്കും. അത് ഒരു മുന്നണിയുടെ തീരുമാനമാണോ, ഇന്ത്യ മുന്നണിയുടെ തീരുമാനമാണോ, കോൺഗ്രസിന്റെ തീരുമാനമാണോ? കോൺഗ്രസിന്റെ മറ്റു നേതാക്കളൊക്കെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇതുവരെ മടിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ പിണറായി വിജയൻ തട്ടി ഉണർത്തേണ്ടി വന്നു. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് വന്ന് കേരളത്തിൽ വന്ന് പറയേണ്ടി വന്നത്. അതിന്റെ കൂടെ കരയുന്നുമുണ്ട്, എന്റെ സഹോദരനെ ഉപദ്രവിക്കുന്നു, എന്റെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ. അഭിപ്രായം ചോദിച്ചപ്പോൾ അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്, രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന്. MV ഗോവിന്ദൻ ഇന്ന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊന്നുണ്ടെങ്കിൽ, ആ മുന്നണിയിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ, ആ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി എങ്കിൽ, രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത്, ചോദ്യം ചെയ്യാത്തതെന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ മുന്നണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടുകാരാകുമ്പോൾ പോലും ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തില്ല, ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ. അപ്പോൾ ഒരു ആത്മാർത്ഥതയുള്ള ഒരു സൗഹൃദം പോലും ഇല്ല പിണറായി വിജയനോട് രാഹുൽ ഗാന്ധിക്ക്. അതാണ് ഈ നടപടിയിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണിയൊക്കെ മാറി നിൽക്കട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും കഴിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. 2023 സെപ്റ്റംബർ 18 CPIM തീരുമാനിച്ചത് എന്താണ്? ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ CPIM ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, KC വേണുഗോപാൽ അടക്കം അംഗമായ ഏകോപന സമിതിയിലേക്ക് ഞങ്ങളില്ല. അപ്പോൾ ഏകോപന സമിതിയിൽ പോലും ഉൾപ്പെടാത്ത CPIM, ഉണ്ണിസാർ പറഞ്ഞതുപോലെ 2004 UPA അധികാരത്തിലേറ്റാനായി അന്ന് കരുത്തുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ആ കരുത്തില്ല. അത്രയും സീറ്റുകൾ മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന പാർട്ടി തന്നെയാണ്. അവർക്ക് ഏക പ്രതീക്ഷയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുകയാണ്. അപ്പോൾ മികച്ച ഒരു ഫൈറ്റ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന, CPIക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന അവരുടെ ഒരു സീറ്റിലേക്ക് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. BJPക്കെതിരെ ഏറ്റവും നന്നായി സംസാരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, രാഹുൽ ഗാന്ധി ആണെങ്കിൽ BJPയുമായി സ്ട്രെയിറ്റ് ഫൈറ്റ് നടക്കുന്ന, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കക്ഷി പോലും ഇല്ലാത്ത അമേഠിയിൽ പോയി മത്സരിക്കണമായിരുന്നു. അമേഠിയിൽ എന്തായാലും CPIM പോയി മത്സരിക്കില്ല, CPI പോയി മത്സരിക്കില്ല, സമാജ്വാദി പാർട്ടി പോയി മത്സരിക്കില്ല, മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളൊന്നും പോയി മത്സരിക്കില്ല. അമേഠിയിൽ രാഹുൽ ഗാന്ധി വേഴ്സസ് സ്മൃതി ഇറാനി, ആ ഒരു അനൗൺസ്മെന്റ് നാളെ CEC ചേരുമ്പോൾ കോൺഗ്രസ് അറ്റ്ലീസ്റ്റ് എത്തുകയെങ്കിലും വേണം. അല്ലാത്ത പക്ഷം പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളൊക്കെ നിലനിൽക്കുകയാണ്. മുന്നണി മര്യാദ എന്നുള്ളതല്ല, കൃത്യമായി എതിരിടുന്നത് ആരെയാണ്? രാഹുൽ ഗാന്ധി നേരിട്ട് വെല്ലുവിളിക്കുന്നത് അദാനിയുടെ വിഷയത്തിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ നോക്കി ചോദിച്ച രാഹുൽ ഗാന്ധി എന്നൊക്കെ KC വേണുഗോപാൽ ഇന്ന് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ആലപ്പുഴയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കാതിരുന്നത്? ആദ്യം അനൗൺസ് ചെയ്യേണ്ടത് അമേഠിയിലെ മത്സരമാണ്. ഒരു തവണ തോറ്റപ്പോഴേക്കും ധൈര്യം പോയോ രാഹുൽ ഗാന്ധിക്ക്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ
പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു വാചകം കൂടി, മുഖ്യമന്ത്രി BJPക്കൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴാണ് BJPക്കൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചത്? അല്ലെങ്കിൽ BJPയുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം. എപ്പോഴാണ് BJPയുടെ ഭാഷയിൽ, സംഘപരിവാറിന്റെ ഭാഷയിൽ പിണറായി സംസാരിച്ചത്? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെക്കുറിച്ച്, LDF നടത്തിയ സമരങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി എന്തായാലും കേരളത്തിലെ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകുമല്ലോ രാഹുൽ ഗാന്ധിക്ക്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക്. AICCയിലെ മറ്റ് നേതാക്കൾക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്നിട്ട് പറയുന്നതാണോ എന്ന് തോന്നിപ്പോയി ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ. അതായത് ഒരു ആരോപണം വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ മുന്നണിയില്ല എന്ന് മനസ്സിലാക്കാതെ കൊണ്ടുള്ള പക്വതയില്ലാത്ത പ്രതികരണം ആദ്യം രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നു, കണ്ണൂരിൽ, ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു, പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും കൊള്ളാം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ നിലപാട്. പിന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ ടീമിലുണ്ടെങ്കിൽ മത്സരങ്ങൾ ജയിക്കാനാകില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആരെയാണ് ഉദ്ദേശിച്ചത്? പ്രിയങ്ക ഗാന്ധി ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കണം. കോൺഗ്രസിൽ തന്നെയുള്ള ആരെയെങ്കിലും ആണോ? കാരണം ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ളൊരു ക്യാമ്പയിൻ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ ടീമിലുണ്ടെങ്കിൽ മത്സരങ്ങൾ ജയിക്കാനാകില്ല എന്ന് ഒരു സ്വയം വിമർശനത്തോടെ, സ്വന്തം പാർട്ടിയെക്കുറിച്ചുള്ളൊരു വിമർശനമായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയോടുള്ള ചോദ്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അടുത്ത വരിയിൽ പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇത്രയും കൊള്ളരുതാത്തവനാണ്, ഒളിച്ചുകളിക്കാരനാണ്, ഇടതുപക്ഷം കൊള്ളാത്തതാണ്, അതേ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വാങ്ങിച്ച് ഭരിച്ചതാണ്, അധികാരത്തിലെത്തിയതാണ് ഒന്നാം UPA. അതും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മറന്നുപോയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്തവണ ഒരു സാധ്യതയുണ്ടെങ്കിൽ, ആ അധികാരത്തിലേക്ക് എത്താനുള്ള ആ സാധ്യത പോലും കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നണിയിലുള്ള ആളുകളെ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന മര്യാദ എന്താണ്? ഒരു മര്യാദയുമില്ല. ഒരു മര്യാദയുമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും BJPയെ കുറ്റപ്പെടുത്തിയില്ല എന്നൊക്കെ പറയുന്നത് ബേസ്ലെസ് ആണ്. അങ്ങനെ BJP പോലും പറയില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. അത് പറയുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ള സമരങ്ങൾ, എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള വിഷയങ്ങൾ, അതൊക്കെയൊന്ന് പഠിക്കണ്ടേ, അതൊക്കെയൊന്ന് മനസ്സിലാക്കണ്ടേ? അല്ലാതെ ആരെങ്കിലും എഴുതി തയ്യാറാക്കി നൽകുന്ന കാര്യങ്ങൾ വന്ന് മാസ് ഡയലോഗ് എന്ന രീതിയിൽ പറയുകയും അത് പരിഭാഷപ്പെടുത്തുന്നവർ അതിനേക്കാൾ ഊർജ്ജത്തിൽ പറയുകയും ചെയ്താൽ എല്ലാം ആയോ? കാരണം ജനങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സീതാറാം യെച്ചൂരിയിലേക്ക് കൂടി വരാം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണ വാചകം. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇടതുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇടതില്ല. BJPയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇടതായാലും കോൺഗ്രസ് ആയാലും. പക്ഷേ അവരിപ്പോൾ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് നീ എന്നെ പിന്നിൽ നിന്ന് കുത്തുമോടാ എന്ന മട്ടിൽ ഒരു സംശയത്തിൽ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നമ്മൾ കാണുന്നത്. സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ നമ്മളത് ഡീകോഡ് ചെയ്തെടുക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങളെ ഡിസ്റ്റർബിംഗ് ഫീച്ചർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഡിഫെക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. ന്യൂ കോൺഗ്രസ്, BJP എന്ന് പറയുന്നത് ഒരു ന്യൂ കോൺഗ്രസ് ആണ് എന്നാണ് സീതാറാം യെച്ചൂരി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി നാൻദഡിലെ റാലിയിൽ പറഞ്ഞ വാചകങ്ങൾ കൂടി ഈ അവസരത്തിലാണ് ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാൻദഡിലെ ഇന്നത്തെ പ്രചാരണ റാലിയിൽ വന്നിട്ട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്, ഞാൻ പോലും പറയാത്ത രീതിയിൽ, ഞങ്ങൾ പോലും പറയാത്ത രീതിയിൽ വിമർശിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാൻദഡിൽ ചോദിച്ചത്. 25% സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണ്, പരസ്പരം പോരടിക്കുകയാണ്. എന്നിട്ട് അതിൽ ജയിക്കുന്ന ഒരാളാണ് ലോക്സഭയിലേക്ക് പോവുക. അതിൽ ജയിച്ചാൽ, കാരണം മറുഭാഗത്ത് BJP ഉണ്ട്, അപ്പോൾ തമ്മിലടിച്ച് അവിടെ തോൽക്കും, അല്ലെങ്കിൽ BJPക്ക് ഈസിയായി വിട്ടുകൊടുക്കുക. അപ്പോൾ BJPക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടതുപക്ഷമാണെന്നല്ല, ഇന്ത്യ മുന്നണി മൊത്തത്തിൽ കളി തോറ്റ് ആദ്യമേ തന്നെ മാറി അങ്ങ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കുത്തുവാക്ക് നിർത്തണം. മുന്നണി മര്യാദ ലംഘനം എന്നല്ല ഇതിനെ പറയേണ്ടത്. മുന്നണിയുമില്ല, മര്യാദയുമില്ല, പരസ്പരം കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ഇതൊക്കെയാണോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടിപ്പോകേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചു. അമേഠിയിൽ മത്സരിക്കാൻ ഇനിയും സമയമുണ്ട്. നാളത്തെ CEC മീറ്റിംഗിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അമേഠിയിൽ എന്നവർ അനൗൺസ് ചെയ്തേക്കാം. എന്തായാലും ഇവിടുത്തെ പിണറായി വിജയനെ കുറ്റം പറയുന്ന സമയത്ത് രാജ്യത്ത് 543 സീറ്റിലും മത്സരം നടക്കുന്നുണ്ടെന്നും അത് ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലാണെന്നും രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് അത് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. Meet the editors.